പപ്പ ഞാൻ ഇനി സ്കൂളിൽ പോകുന്നില്ല കേട്ടാ. പറ്റിയടാ പപ്പ ബയോളജി ടീച്ചർ ക്ലാസ്സിൽ വന്ന് പറഞ്ഞ് സെല്ല് എന്ന് പറഞ്ഞാൽ കോശാന്ന്. ആ സെല്ലി എന്ന് പറഞ്ഞാൽ പിന്നെ കോശം തന്നെ അല്ലടാ. തൊട്ടടുത്ത പീരീഡ് ഫിസിക്സ് സാർ വന്ന് പറയുന്ന സെല്ല് എന്ന് വെച്ചാൽ ബാറ്ററി ആണ്. ആ ഫിസിക്സിൽ സെല്ലി എന്ന് വെച്ചാൽ ബാറ്ററി ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ BA മലയാളമായിരുന്നല്ലോടാ. ശരിക്കും ഈ ധ്വനി സിദ്ധാന്ത പ്രകാരം ഇത് രണ്ടും ശരിയാണ്. അത് കഴിഞ്ഞിട്ട് ഹിസ്റ്ററി ടീച്ചർ വന്ന് പറയാ സെല്ല് എന്ന് വെച്ചാൽ ജയിലാണ്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ടീച്ചർ വന്ന് പറയുന്ന സെല്ല് എന്ന് വെച്ചാൽ എക്സൽ ഷീറ്റ് വരുന്ന ഒരു സംഭവമാണ്. ഇതിൽ കൂടി പഠിച്ചില്ലെങ്കിൽ തലയെന്തോ ആകുന്നു പപ്പ. ഭാഗ്യം 5 വരെ പഠിച്ചിട്ട് പഠിത്തം നിർത്തി. ഇഞ്ഞെന്തിനാണ് ഇതെല്ലാം ഒരുമിച്ച് പഠിക്കാൻ പോയിന്? ശരിക്കും സെല്ല് എന്ന് പറഞ്ഞാല് മൊബൈൽ ഫോണാടാ. മോനെ ഇതുപോലെ വളരെ കഷ്ടപ്പെട്ടിട്ട് ഓരോന്നും പഠിച്ചിട്ടാണ് ഞാനൊക്കെ ഈ നിലയിലെത്തിയത്. ഇനി ഒന്ന് പറയാൻ രണ്ടാമത് ഞാൻ സ്കൂളിൽ പോകുന്നില്ല പറഞ്ഞാൽ പിന്നെ എങ്ങനെയാ കാര്യങ്ങൾ നടക്കുക? എടാ ഇങ്ങക്കല്ല എന്തിന്റെ കുറവുണ്ടായിട്ടാടാ. ഞാനെല്ലാം പഠിക്കുന്ന സമയത്ത് കീറിയ ട്രൗസറിലിട്ടാണ് സ്കൂളിൽ പോയത്. റോഡില്ല, വണ്ടിയില്ല, കരണ്ടില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിച്ചിട്ടാണ് ഈ നിലയിലെത്തിയത്. മനസ്സിലായിനാ? പറഞ്ഞ ചോദിച്ചു നോക്ക്. എന്ത് കരണ്ട് വണ്ടിയില്ലാത്ത കാല അതേത് കാലോ? അമ്മ പപ്പ അമ്മേനെ പറ്റിച്ചാണോ തോന്നുന്നത്? പപ്പക്ക് നല്ല പ്രായമുണ്ട്. അതമ്മക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നടാ. ഭാഗ്യനരാന്നും ബാലനരാന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ പറ്റിക്കാന്ന്. എവിടെ നിങ്ങൾ SLC ബുക്ക്? ഓന്റെ SSLC ബുക്ക് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയപ്പോ ചെതപ്പിടിച്ച് വയ്ക്കുണ്ടാവും.